Hi friends, welcome back to my channel. കുട്ടികളെ നിങ്ങളും 2025 SSCയുടെ ഏതെങ്കിലും എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന SSCയുടെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ്. കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം വെയിറ്റിംഗ് ലിസ്റ്റ് കൂടി വരാൻ പോവുകയാണ്. അതിന്റെ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കണം. സ്പെഷ്യലി SSCയുടെ ഏതെങ്കിലും സ്പെഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ SSC GD, CPO, CHSL, CGL എന്നീ എക്സാമിനൊക്കെ തയ്യാറെടുക്കുന്ന കുട്ടികൾക്കറിയാം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം അവർക്ക് പിന്നെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നതല്ല. പക്ഷേ ഇപ്പോൾ SSC ഒരു ലേറ്റസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിൽ വെയിറ്റിംഗ് ലിസ്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളായിരിക്കും ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. നിങ്ങളും SSCയുടെ ഏതെങ്കിലും എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ 2024-25 SSC GDയുടെ എക്സാം എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. നിങ്ങൾക്കും ചിലപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെയാണ്, മുൻവർഷങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. SSC GD 2024-25 തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഈ തവണ SSC ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ വേക്കൻസിയെ കുറിച്ചിട്ടാണ്. നോട്ടിഫിക്കേഷൻ ഔട്ട് ആയപ്പോൾ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 39,000 ആയിരുന്നു. അതിനുശേഷം 2025 ഏപ്രിൽ മന്തിൽ പിന്നെയും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവിട്ട് വേക്കൻസി ഇൻക്രീസ് ചെയ്ത് ആദ്യമായിട്ടാണ് ഇത്രയും വേക്കൻസി ഇൻക്രീസ് ആവുന്നത്. SSC GD 2024-25 വേക്കൻസി 39,000 നിന്ന് നേരെ 53,000 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇത് തന്നെ ഒരു വലിയ അപ്ഡേറ്റ് ആണ് SSCയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ കുട്ടികളെ വേക്കൻസി ഇൻക്രീസ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവൽ കുറയുന്നതായിരിക്കും, കട്ട് ഓഫ് ലെവലും കുറയാനുള്ള സാധ്യതയുണ്ട്. അതേ രീതിയിൽ വേറൊരു അപ്ഡേറ്റ് കൂടിയാണ് SSC ഇന്നലെ ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിലെ ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. SSCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കും ആ ഒരു അപ്ഡേറ്റ് ഒഫീഷ്യൽ സൈറ്റിൽ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എനിക്ക് പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനു മുന്നേ നമുക്ക് 2023-24 കാര്യങ്ങളൊന്ന് നോക്കാം. കുട്ടികളെ, 2023-24 അപ്ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ്ങിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമല്ലോ. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാം കഴിഞ്ഞിട്ടൊരു ഫസ്റ്റ് കട്ട് ഓഫ് വരും. എന്താണ് ഒരു ഫസ്റ്റ് കട്ട് ഓഫ് വരും. അതിനുശേഷം പിന്നെ നിങ്ങളുടെ ഫിസിക്കലുണ്ട്. ഫിസിക്കലിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ DV ഉണ്ട്. DVയുടെ കൂടെ തന്നെ നിങ്ങളുടെ മെഡിക്കലും ഉണ്ട്. അതിനുശേഷം പിന്നെ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും അല്ലേ. അതിനുശേഷം ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരും. ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ ഒത്തിരി കുട്ടികൾ എന്താണ് ഈ ജോലിയിലേക്കൊന്നും പോകത്തില്ല. ജോലി എന്ന് പറഞ്ഞാൽ ഏതാണ്, ഈ SSC GD ജോലിയിലേക്ക് പോകത്തില്ല. കാരണം ഈ SSC GD എന്ന് പറയുന്ന ഒരു എക്സാമിന് SSCയുടെ മറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് SSC CGL, CHSL, CPO, അതുപോലെ മറ്റേതെങ്കിലും SSCയുടെ ഒക്കെ ഹൈ ലെവലിലുള്ള എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികളും SSC GD എക്സാം എഴുതാറുണ്ട്. അതിനുശേഷം അവർ ഈ ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുമ്പോൾ കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ അവർ SSC GDയുടെ ഈ ഒരു ജോലിക്കായിട്ട് പോകത്തില്ല. അതിന് പകരം എന്താണ്, അവർക്ക് വേറെ ഏതെങ്കിലും ഹൈ ലെവൽ കിട്ടുന്ന ജോലിക്ക് അങ്ങ് പോകും. അങ്ങനെ അവിടെ പറ്റുന്ന മിസ്റ്റേക്ക് എന്താണ്, വേക്കൻസി, അതായത് ആ ഒരു കുട്ടിയുടെ വേക്കൻസി അവിടെ കാലിയായിട്ട് കിടക്കും. അത് മുഖേന എന്താണ്, വേറൊരു കുട്ടിക്ക് കിട്ടേണ്ട ചാൻസ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും നിങ്ങളിവിടെ കാണുന്നത് കഴിഞ്ഞ വർഷത്തെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷത്തെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫീമെയിൽ ആൻഡ് മെയിലിൻ്റെത്. എല്ലാ വർഷവും അറൗണ്ടിലി 2,500 അല്ലെങ്കിൽ 4,000 സീറ്റിനടുത്ത് വേക്കൻ്റ് ആയിരിക്കും. SSC GDയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മെയിലിൻ്റെയാണ് ഈ പറയുന്നത്. ഫീമെയിലിൻ്റെത് ഇതിൽ കുറവാണ്. മെയിലിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ വർഷവും 2,500 അല്ലെങ്കിൽ 4,000 സീറ്റുകൾ കാലിയായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ആയതിനു ശേഷം. അതുകൊണ്ട് ഈ തവണ SSC എന്നാണ് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതേ രീതിയിൽ ഇങ്ങനെ വേക്കൻസി കുറയുമ്പോൾ പല ഫോഴ്സിലേക്കും പ്രോബ്ലം ക്രിയേറ്റ് ആവും. കാരണം ഏതെങ്കിലുമൊക്കെ ഫോഴ്സിൽ എത്ര സീറ്റാണ് കാലിയുള്ളത് അതനുസരിച്ചിട്ടാണ് വേക്കൻസി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫോഴ്സിലേക്കും അത്രയും പ്രോബ്ലം ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് ഇനി എന്താണ് SSC ചെയ്യാൻ പോകുന്നത്, ഇതേ രീതിയിലുള്ള മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് SSC പുതിയ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഇതേ രീതിയിൽ എത്ര സീറ്റാണോ കാലിയായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം ഔട്ട് ആവുന്നത് അത്രയും കുട്ടികൾക്ക് വേണ്ടി SSC എന്താണ് ചെയ്യാൻ പോകുന്നത്, ഒരു സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്താണ് കുട്ടികളെ, സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം എത്ര സീറ്റാണോ കാലിയുള്ളത്, എന്താണ് എത്ര സീറ്റാണോ ഇതേ രീതിയിൽ കാലിയുള്ളത് അത്രയും സീറ്റിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് കൂടി ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ച് എക്സ്ട്രാ 4,000 അല്ലെങ്കിൽ 2,500 കാൻഡിഡേറ്റിനടുത്ത് SSC GDയുടെ ഈ ഒരു ജോലി ലഭിക്കുന്നതായിരിക്കും.
ഒത്തിരി കുട്ടികൾക്ക് ഇതേ രീതിയിൽ ചാൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ ഫോർ എക്സാമ്പിൾ ആയിട്ട് 100 മാർക്സ് ഉള്ള ഒരു കാൻഡിഡേറ്റിന് സെലക്ഷൻ കിട്ടി, എന്നാൽ 99.9 മാർക്സ് ഉള്ള ഒരു കാൻഡിഡേറ്റിന് സെലക്ഷൻ കിട്ടിയില്ല. അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ആ ഒരു കട്ട് ഓഫ് മാർക്കിന് അടുത്ത് വരെ വന്നു നിന്നു. അപ്പോൾ ഇതേ രീതിയിൽ സീറ്റ് കാലിയായിട്ട് കിടക്കുമ്പോൾ സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഈ 99.9 മാർക്കുള്ള ഈ ഒരു കാൻഡിഡേറ്റിന് കൂടി ജോലി കിട്ടുന്നതായിരിക്കും. ഈ ഒരു അപ്ഡേറ്റ് ആണ് SSC ഔട്ട് ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇതൊരു നല്ല അപ്ഡേറ്റ് തന്നെയാണ്. ഇതേ രീതിയിൽ ഒത്തിരി കുട്ടികൾക്ക് ചാൻസ് നഷ്ടപ്പെടാറുണ്ട്. മുൻ വർഷത്തെ അപ്ഡേറ്റ് ആണ് ഞാനിവിടെ കാണിച്ചത്. ഇതേ രീതിയിൽ എല്ലാ തവണയും SSCGയുടെ എക്സാം കഴിയുമ്പോൾ 2500 അല്ലെങ്കിൽ 4000 കാൻഡിഡേറ്റിന് ഇടയിൽ ഈ ഒരു ജോലിക്ക് വേണ്ടി പോകത്തില്ല. അതായത് സെലക്ഷൻ കിട്ടിയിട്ടും പോകത്തില്ല. അവർ മറ്റേതെങ്കിലും ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും ഓൾറെഡി. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് SSC CGL അതുപോലെ CHSL, നമ്മുടെ കേരളത്തിൽ തന്നെ കേരള പോലീസിൻ്റെ SA പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹൈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികളും ഈ SSCGയുടെ എക്സാം എഴുതും. അവർ ഫിസിക്കലും പാസ്സായിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ അവരുടെ പേര് വന്നാൽ എന്താണ്, അവർ പോകത്തില്ല. അവരെന്താണ് ചെയ്ത് നമ്മുടെ കേരള പോലീസിന്റെ SIയുടെ ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പോവും, അല്ലെങ്കിൽ LD ക്ലർക്കിന് ജോലി കിട്ടിയാൽ അവിടെ പോവും, അല്ലെങ്കിൽ ബാങ്കിൽ ഏതെങ്കിലും ജോലി കിട്ടിയാൽ അവിടെ പോവും. അങ്ങനെ ഇതേ രീതിയിൽ പോകുമ്പോൾ ഇവിടെ എന്താണ്, സീറ്റ് കാലിയായിട്ട് കിടക്കും. ഈ ചാൻസ് കിട്ടേണ്ട കുട്ടിക്കോ കിട്ടത്തതുമില്ല, കിട്ടിയവന്മാരോ പോകത്തതുമില്ല. മനസ്സിലായ? ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ SSC ഔട്ട് ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി ഇതൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടി, ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി SSC എന്താണ് ചെയ്തിരിക്കുന്നത്, SSC ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ലെറ്റർ അയച്ചിരിക്കുകയാണ്. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇത് അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ എക്സാം എഴുതി നിൽക്കുന്ന കുട്ടികൾക്കും ഒരു ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമല്ലോ. ആ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് ശേഷം ഡെഫിനറ്റ്ലി ഒരു സെക്കൻഡ് വെയിറ്റിംഗ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഇതിപ്പോൾ SSC അങ്ങോട്ട് ലെറ്റർ സെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്. ഇനി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു അപ്രൂവലിന് വേണ്ടിയിട്ട് നല്ലൊരു ടീമിനെ ഡീറ്റെയിൽ ചെയ്യും. ആ ഒരു ടീം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തും. അതിനുശേഷമായിരിക്കും അപ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായ കുട്ടികളെ? അപ്പോൾ എക്സാം എഴുതിയ കുട്ടികൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ എക്സാം റിസൾട്ട് ഉടനെ വരുന്നതായിരിക്കും. ഫിസിക്കൽ ഡേറ്റും ഉടനെ വരുന്നതായിരിക്കും. മാർക്ക് നിങ്ങളുടെ 15 അല്ലെങ്കിൽ 20 മാർക്ക് പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫിനായിട്ടും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് SSCGD കൂടി തയ്യാറെടുക്കണം. 2025-26 SSCGD നോട്ടിഫിക്കേഷൻ ഒക്ടോബർ മന്തിൽ വരുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാം ജനുവരിയിലായിരിക്കും നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആനന്ദ് ഡിഫൻസ് അക്കാഡമിയിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ലഭിക്കും, 100+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും, മെഡിക്കൽ അവയർനെസ് ക്യാമ്പ് ലഭിക്കും, ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ എക്സാം റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വരാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വരേണ്ടി വരും. ഓഫ്ലൈനിൽ വന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ചെയ്യാവുന്നതായിരിക്കും. ക്ലിയർ ആയ കുട്ടികളെ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്നും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നതാണ് വരെ. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.